ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷായ കസാവ കേക്കാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് തന്നെ നമുക്ക് കപ്പ ബോയിൽ ചെയ്യാം. അല്പം ഉപ്പ് ചേർക്കാം. ഈ കപ്പ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇടിച്ചമ്മന്തി ഉണ്ടാക്കാം. ഇടിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരല്പം വാളംപുളിയും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കപ്പ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. കപ്പ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ചേർക്കാൻ. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എങ്കിൽ കുറച്ച് ഒരു പൊടിക്ക് ചേർത്തേക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇടിച്ചമ്മന്തി ചതച്ച് വെച്ച ഇതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ലേശം വെളിച്ചെണ്ണ. ഈ ഉടച്ചു വെച്ച കപ്പ നല്ല രീതിയിൽ കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിനകത്തേക്ക് കുഴച്ചു വെച്ച മിക്സ് നമ്മൾ ഓരോ ഉരുളകളാക്കി കുറേശ്ശെ ഇടിച്ചമ്മന്തി ചേർത്ത് വീണ്ടും ഉരുളകളാക്കി ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കസാവ ബോൾസ് ഓരോന്നും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ക്രംസിൽ മുക്കിയിട്ട് ക്രം ചെയ്തെടുക്കാം. ഇതൊരു കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. കേക്കൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം. ഓരോന്ന് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക.